ചില ആളുകളുണ്ട്, അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ വളരെ ഇഷ്ടമാണ്. അവർ വലിയ ഹാപ്പി ആയിരിക്കും അവരൊറ്റയ്ക്കായിരിക്കുന്ന സമയം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമയം. പക്ഷെ ചില ആളുകൾ തിരിച്ചാണ്. അവർ ഒറ്റയ്ക്കിരിക്കുന്ന സമയം അവരുടെ ഉള്ളിലേക്ക് വരുന്നത് ഒരുപാട് നെഗറ്റീവ് ചിന്തകളായിരിക്കും. ഡിപ്രസീവ് ആയിട്ടുള്ള ആ ഒരു ഇമോഷൻ ആയിരിക്കും അവരുടെ ഉള്ളിലേക്ക് വരുന്നത്. ചിലപ്പോൾ ഒരു സൂയിസൈഡൽ ടെൻഡൻസി പോലെ അവരിലേക്ക് വരാം. കാരണം രണ്ടും രണ്ടാണെന്ന് പറയാൻ രണ്ട് വ്യക്തികൾ. ഒരാള് ഒറ്റയ്ക്കിരിക്കുമ്പോൾ അയാളുടെ ഉള്ളിനെ അറിയാൻ ശ്രമിക്കും. അതിനു വേണ്ടിയിട്ടാണ് അയാൾ ഒറ്റയ്ക്കിരിക്കുന്നത്. പക്ഷെ രണ്ടാമതൊരാൾ ഒരു പണിയില്ലാതെയാണ് ഒറ്റയ്ക്കിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നിങ്ങളിത് ഏത് കൂട്ടത്തിലാണെന്നുള്ളതെന്ന് എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എന്തുകൊണ്ട് എന്നാൽ, ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയം ഞാൻ ഒരു എനർജിയുമായിട്ട് അലൈൻഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കും. എന്റെ ഉള്ളിലുള്ള ഹാപ്പിനെസിനെ തിരിച്ചറിയാൻ ശ്രമിക്കും. പക്ഷേ നമ്മളെ പോലെ മറ്റു ചിലർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ആ ഒറ്റയ്ക്കിരിക്കുന്ന സമയം എന്തൊക്കെ നെഗറ്റിവിറ്റീസ് ഉള്ളൂ അതിനെല്ലാം തോണ്ടി എടുത്തിട്ട് അതിനെക്കുറിച്ച് ഓർത്തിട്ട് ടെൻസ്ഡ് ആയിട്ടിരിക്കും. ശരിക്കും അതിന്റെ ആവശ്യമില്ല. നമ്മൾ വെറുതെ ഇരിക്കാൻ സമയം കൊടുക്കാൻ പാടില്ല. ടൈം എന്ന് പറഞ്ഞത് പോയാൽ തിരിച്ചു വരില്ല. അത് വേസ്റ്റ് ആക്കി കളയാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ നെഗറ്റീവ് ചിന്തകൾ ഇത് നടക്കും എന്നൊരു തോട്ടിലായിരിക്കും പലതും നമ്മൾ ചിന്തിച്ചു പോകുന്നത്. ഇത് നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയും ആ നെഗറ്റീവിന്റെ സ്ഥാനത്ത് ഇതെനിക്ക് ആവശ്യമില്ലാത്തതാണ്, ഞാൻ പോസിറ്റീവ് ചിന്തിച്ചാൽ ഇത് നടക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ആ ഒരു പോസിറ്റീവ് തോന്നുന്ന നമ്മളിലേക്ക് വന്നിട്ട് ആ ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ എന്ത് മനോഹരമായിരിക്കും നമ്മുടെ ജീവിതം. നെഗറ്റീവ് ചിന്തിക്കണം, പോസിറ്റീവ് ചിന്തിക്കണം, വെറുതെ ഇരിക്കണം, ഒന്ന് ആലോചിച്ച് നോക്കി.